ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് കൂടി ഭാഗമാകുന്നുണ്ട്. പ്രൊഫസർ എ ജി ജോർജ്, താങ്കൾ ദീർഘകാലം കലാലയങ്ങളിലെ അധ്യാപനം നടത്തിയ ഒരു വ്യക്തിയാണ്. ഇത് പുതുമയുള്ള ഒന്നായി ആർക്കും തന്നെ തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉപയോഗം, വ്യാപനം, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗത്തെ സാമാന്യവൽക്കരിക്കുന്ന ഒരു രീതി, അതൊക്കെയാണ് ഇന്ന് അപകടകരമായി മാറുന്നത്. ഒരു ഹോസ്റ്റൽ മുറിയിൽ വലിയ അളവിൽ കഞ്ചാവ് എത്തിച്ച് അത് അളന്നു തൂക്കി ഓഫർ പ്രൈസിൽ വിൽക്കുന്ന തരത്തിലേക്ക് ഒരു പോളിടെക്നിക് ക്യാമ്പസ് മാറുന്നു എന്നുള്ളതാണ്. അവിടെ വിദ്യാർത്ഥി സംഘടനകളൊന്നും ഇത് അറിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളടക്കം ഇതിൽ കണ്ണിയാണ്. ഇന്നലെ ഈ SFI നേതാവിന് പങ്കില്ല എന്ന് പറയുമ്പോൾ പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെയല്ല, പോലീസ് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഇപ്പോഴും ഇന്ന് ACPയുടെ പ്രതികരണത്തിൽ പോലും അദ്ദേഹം ചില പേരുകൾ പറഞ്ഞില്ല. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അതിൽ വ്യക്തത കുറവുണ്ട്, വിദ്യാർത്ഥികളാണവർ, വ്യക്തതയില്ലാതെ ആ പേരുകൾ പറയാൻ സാധിക്കില്ല എന്നായിരുന്നു. അപ്പോൾ അത്രമേൽ കരുതൽ ആ അന്വേഷണ സംഘത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ തെറ്റായ ഒരു പേര് പറയാൻ പാടില്ല എന്നത് തന്നെ ആണ് അതിൻ്റെ ശരി. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇപ്പോഴാണോ ഇതൊക്കെ തിരിച്ചറിയുന്നത്? ഇവർ ഇതിനു മുമ്പ് നടത്തിയിരുന്നു എന്ന് പറയുന്ന ക്യാമ്പയിനുകളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു? അഭിലാഷെ, കേരളത്തിലെ വിദ്യാലയങ്ങളിലെല്ലാം, വിദ്യാലയ ക്യാമ്പസുകളിലെല്ലാം അതിഭയങ്കരമായി വ്യാപിച്ചിരിക്കുന്ന ഈ നീരാളി പിടുത്തം എനിക്ക് വളരെ വ്യക്തമായി പറയാനായി സാധിക്കും. ഇത് ഒരു 1.5 ദശാബ്ദമായിട്ടാണ് ഇത്രയും ഭീകരമായ രൂപം പാലിച്ചത് എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. കാരണം ഇത് തുടക്കകാലത്തിലൊക്കെ അപൂർവമായി ചില പ്രൊഫഷണൽ കോളേജ് ഹോസ്റ്റലുകളൊക്കെ കേന്ദ്രീകരിച്ച് വളരെ അപൂർവമായി, എല്ലാ ബഹുമാനങ്ങളോടും കൂടെ പറയട്ടെ, അവിടെയും ഇവിടെയും ഒക്കെ ആയി പറഞ്ഞു കേട്ടിരുന്ന ഒരു സംഗതിയാണ് എന്റെ അഭിലാഷ ഇപ്പോൾ ഹൈസ്കൂൾ മിഡിൽ സ്കൂൾ ലെവലിലേക്ക് വരെ വ്യാപിച്ചിരിക്കുന്നത്. എപ്പോൾ അതിന്റെ ഭീകരത എത്ര വലുതാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അഭിലാഷ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ABVP ആണോ, കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയാണോ, അതോ KSU ആണോ, SFI ആണോ എന്ന രീതിയിൽ ഇതിനെ ആ തരത്തിൽ സാങ്കേതികത്വത്തിന്റെ പേരിൽ അപഗ്രഥിക്കുന്നത് തന്നെ അശാസ്ത്രീയമാണ്, അടിസ്ഥാനമില്ലാത്തതാണ്. ഇവിടെ സംഘടനകൾ തമ്മിലുള്ള ആരാണ് ഇതിന് സംശുദ്ധിയുള്ളവർ, ആരാണ് കുറ്റക്കാർ എന്ന രീതിയിൽ ഈ വാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും പൊതുസമൂഹത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത് കേൾക്കാനല്ല ഇവിടെ ഈ പൊതുസമൂഹം ഈ ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാമൂഹ്യ വിമത്തിനെ എങ്ങനെ വേരോടെ പിഴുതെറിയാൻ കഴിയുമെന്നുള്ള വളരെ ഗൗരവമായ അന്വേഷണത്തിലാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് പൊതുസമൂഹത്തിന്റെ പൊതുവായ ധാരണ. അഭിലാഷ, ഇത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ഈ ആക്ഷേപം ചാർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായി സാധിക്കുകയില്ല. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, വളരെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അത് മുൻപായിരുന്നോ പിൻപായിരുന്നോ, വർത്തമാനകാലത്തിൽ വിദ്യാർത്ഥിയായിരുന്നോ പൂർവാശ്രമത്തിൽ വിദ്യാർത്ഥിയായിരുന്നോ എന്നതിനേക്കാൾ ഉപരിയായി ഇത് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ വലിയ വിപത്തിനെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും, പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രായോഗികമായി ആലോചിക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ട് അഭിലാഷ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇത് ഏതെങ്കിലും തരത്തിൽ ആത്മാർത്ഥമായി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വളരെ ശക്തമായ ഇടപെടലുകൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായാൽ പോരാ. ഇതിനകത്ത് അധ്യാപക രക്ഷാകർതൃ സംഘടനകൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്, പൊതുസമൂഹത്തിന് നിർണായകമായ പങ്കുണ്ട്. കാരണം നാം ഈ കാണുന്നതും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം ഈ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഭരണകൂടം, അധികാരമുള്ള ഭരണകൂടം, അധികാരം കൈയാളുന്ന സർക്കാർ വേണ്ട തരത്തിൽ ജാഗ്രതയോടുകൂടെ ഈ വിഷയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ അഭിമുഖീകരിക്കുന്നില്ല എങ്കിൽ ഇത്രയധികം പരിശോധനകൾ നടക്കുമോ പ്രൊഫസർ എ ജി ജോർജ്? മാത്രവുമല്ല, ഇതാ SFIയുടെ ഒരു ഭാരവാഹിയടക്കം പിടികൂടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലോ. അപ്പോൾ അഭിലാഷ, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. കളമശ്ശേരി പോളിടെക്നിക്കൽ ഹോസ്റ്റലിൽ കണ്ടുപിടിച്ചു എന്നതുകൊണ്ട് എല്ലാം കണ്ടുപിടിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു സന്ദേശം അയക്കാൻ ശ്രമിക്കരുത്.
ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അല്ല, അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ കളമശ്ശേരിയിലെ പരിശോധന അവിടുത്തെ പ്രിൻസിപ്പലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ആ കാര്യത്തിൽ അഭിലാഷെ, ആ പ്രിൻസിപ്പലിന്റെ ആർജവത്തെ ഞാൻ വളരെ അധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇതുപോലെ ആർജവവും ചങ്കൂറ്റവും നട്ടെല്ലുമുള്ള പ്രിൻസിപ്പൽമാർ സ്ഥാപനങ്ങളുടെ മേലധികാരികളായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് നല്ല ഒരളവ് വരെ ശമിപ്പിക്കാനായി സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അവിടെയും ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അവർക്ക് പിന്തുണ നൽകാനായി അധികാരമുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടുള്ള 2 വകുപ്പുകളാണല്ലോ പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും. ഇത്രയും കാലങ്ങളായി ഈ കളമശ്ശേരിയിൽ ചെയ്തതുപോലെ ആ പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, എല്ലാവർക്കും നന്നായി അറിയാവുന്നതായിട്ടുള്ള ഈ ഒരു വലിയ ദുരന്തത്തെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള അന്വേഷണം എവിടെയെങ്കിലും നടത്തിയതായി അഭിലാഷിന് പറയാൻ സാധിക്കുമോ? ഞാൻ തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുകയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ധാരാളം കോളേജുകളിൽ അധ്യാപകനായും ഹോസ്റ്റൽ വാർഡനായും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഒരു സമയത്തും മുൻപും ഉണ്ടായിട്ടില്ല. വളരെ നിസ്സംഗതയോടുകൂടെ എക്സൈസ് വകുപ്പാകട്ടെ അതുപോലെ തന്നെ പോലീസ് വകുപ്പാകട്ടെ തങ്ങളെ ഭരിക്കുന്നതായിട്ടുള്ള കക്ഷികളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിന്റെ മുൻപിൽ കണ്ണടച്ചതായിട്ടുള്ള ചരിത്രമാണ് വിവരിക്കാനായിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴെങ്കിലും ഒരു പ്രിൻസിപ്പൽ ആർജവം കാട്ടിയപ്പോൾ വളരെ കാര്യക്ഷമതയോടുകൂടെ വളരെ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്നതായിട്ടുള്ള കളമശ്ശേരി പോലീസ് സേനയെയും എക്സൈസ് സേനയെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജ് ഹോസ്റ്റലുകൾ ഈ തരത്തിലുള്ള അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതിൽ SFI ആണോ KSU ആണോ പ്രതികൾ, ABVP ആണോ പ്രതികൾ എന്ന് പറയുന്നത് എന്റെ വിഷയമല്ല. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ തയ്യാറുമല്ല. പക്ഷെ ഈ പറയുന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടണമെങ്കിൽ തീർച്ചയായും സർക്കാരിന്റെ അധികാരപ്പെട്ട വർഗം ഉണർന്ന് പ്രവർത്തിച്ച് ഏത് കക്ഷിയിൽപ്പെട്ടവരായാലും അവരുടെ കൊടിയുടെ നിറം നോക്കാതെ അവരുടെ പോഷക സംഘടന ഏതാണെന്ന് അന്വേഷിക്കാതെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു ശമനം വരുത്താനായി സാധിക്കുകയുള്ളൂ.